പണ്ട് ഒരു കാട്ടിൽ ഒരു ചെറിയ തടാകം ഉണ്ടായിരുന്നു. ഈ തടാകത്തിലായിരുന്നു സംസാരപ്രിയനായിരുന്ന ഒരു ആമ താമസിച്ചിരുന്നത്. ഈ ആമ ആവശ്യത്തിനും അനാവശ്യത്തിനും എപ്പോഴും സംസാരിക്കുക പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ തടാകത്തിൽ വരുന്ന എല്ലാ ജീവജാലങ്ങളോടും അവൻ എപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ രണ്ട് കൊക്കുകൾ ആ തടാകത്തിൽ വന്നെത്തി. ആമ വളരെ വേഗം തന്നെ അവരുമായി ചങ്ങാത്തത്തിലായി. അവൻ ദിവസവും മതി വരുവോളം അവരുമായി സംസാരിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കെ ആ കാട്ടിൽ കടുത്ത വരൾച്ച വന്നു. ആ വർഷം കാട്ടിൽ മഴ പെയ്തതേയില്ല. തടാകത്തിലെ വെള്ളവും വറ്റാൻ തുടങ്ങി. തടാകത്തിലെ വെള്ളം കുറയാൻ തുടങ്ങിയതും അതിനു ചുറ്റും ഉണ്ടായിരുന്ന ജീവികളെല്ലാം പുതിയ വാസസ്ഥലം തേടിപ്പോയി. കൊക്കുകളും പോകാൻ തന്നെ തീരുമാനിച്ചു. അവർ തങ്ങളുടെ സുഹൃത്തായ ആമയോട് പറഞ്ഞു, സുഹൃത്തെ, ഞങ്ങളും മറ്റൊരു തടാകത്തിലേക്ക് പോവുകയാണ്. ഈ സാഹചര്യത്തിൽ ഇനി ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഞങ്ങൾ നിന്നോട് യാത്ര ചോദിക്കാനാണ് വന്നത്. വരൾച്ച കഴിഞ്ഞു തടാകത്തിൽ പഴയതുപോലെ വെള്ളം നിറയുമ്പോൾ ഞങ്ങൾ തിരിച്ചു വരും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഇത് കേട്ടതും ആമയ്ക്ക് വിഷമം സഹിക്കാനായില്ല. അവൻ കൊക്കുകളോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നെ ഈ തടാകത്തിൽ തനിച്ചാക്കി പോകാൻ കഴിയുന്നത്? കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ തടാകത്തിലെ ബാക്കിയുള്ള വെള്ളവും വറ്റും. ആഹാരം കിട്ടാതെ ഞാൻ എങ്ങനെ ജീവിക്കും? നമുക്കിനി ഒരിക്കലും കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആമയുടെ വാക്കുകൾ കേട്ട കൊക്കുകൾ പറഞ്ഞു, എന്തു ചെയ്യാൻ സുഹൃത്തെ, നിനക്ക് ഞങ്ങളെപ്പോലെ പറക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിന്നെ കൂടെ കൊണ്ടുപോകാനും സാധിക്കുകയില്ല. ഇത് കേട്ടതും ആമ പറഞ്ഞു, എൻ്റെ പക്കൽ ഒരു ഉപായമുണ്ട്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാനത് പറയാം. ഇത് കേട്ടതും കൊക്കുകൾ പറഞ്ഞു, നിന്നെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കൊണ്ടുപോകും. നീ ഉപായം എന്താണെന്ന് പറയൂ. ആമ ഉടൻ തന്നെ തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, ഒരു നീളമുള്ള മരക്കൊമ്പെടുത്ത് അതിൻ്റെ രണ്ടറ്റവും നിങ്ങൾ കടിച്ചു പിടിക്കണം. ഞാൻ എൻ്റെ വായ കൊണ്ട് അതിൻ്റെ മധ്യഭാഗത്ത് കടിച്ചു പിടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ എന്നെയും കൊണ്ട് പറക്കണം. ആമയുടെ ഉപായം കൊക്കുകൾക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ സംസാരപ്രിയനായ അവനെ ഇപ്രകാരം കൊണ്ടുപോകാൻ അവർ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് കൊക്കുകൾ ആമയോട് പറഞ്ഞു, സുഹൃത്തെ, നിന്റെ ഉപായം നല്ലത് തന്നെ. സംസാരപ്രിയനായ നിന്നെയും കൊണ്ട് ഇങ്ങനെ പോയാൽ അത് ശരിയാകുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. നീ അബദ്ധത്തിൽ സംസാരിക്കാൻ വായി തുറന്നാൽ അത് വലിയൊരു അപകടത്തിന് കാരണമാകും. കൊക്കുകളുടെ മറുപടി കേട്ട് ആമ പറഞ്ഞു, നിങ്ങൾ അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട. ഞാൻ ഒരിക്കലും വായി തുറന്ന് സംസാരിച്ച് അപകടം ക്ഷണിച്ചു വരുത്തുകയില്ല. നിങ്ങൾ ദയവായി എന്നെയും നിങ്ങളോടൊപ്പം കൊണ്ടുപോകൂ. ആമയുടെ വാക്കുകൾ വിശ്വസിച്ച കൊക്കുകൾ പറഞ്ഞു, പക്ഷേ വായി തുറന്നാൽ ഉണ്ടാകാവുന്ന അപകടം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും സംസാരിക്കരുത്. ഇത് പറഞ്ഞ് അവർ ഒരു മരക്കൊമ്പ് സംഘടിപ്പിച്ച് അതിന്റെ രണ്ടറ്റവും പിടിച്ചു. സമയം കളയാതെ ആമയും മരക്കൊമ്പിന്റെ മധ്യഭാഗത്തായി കടിച്ചു പിടിച്ചു. ഉടൻ തന്നെ കൊക്കുകൾ ആമയുമായി പറന്നുയർന്നു. അതുവരെ താഴെ നിന്ന് മാത്രം കാഴ്ചകൾ കണ്ട ആമയ്ക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു. വലിയ മരങ്ങളും മൃഗങ്ങളും എല്ലാം ചെറുതായി കാണുന്നു. ഉയരത്തിൽ നിന്നു ഇങ്ങനെ തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാഴ്ച കാണാൻ കഴിയുമെന്ന് ആമ കരുതിയിരുന്നില്ല. അവന് തന്റെ സന്തോഷം എല്ലാവരെയും വിളിച്ചറിയിക്കണം എന്ന് തോന്നി. എന്നാൽ വായ തുറന്നാലുള്ള അപകടം ഓർത്ത് അവൻ മിണ്ടാതിരുന്നു. അവർ പറന്ന് ഒരു ഗ്രാമത്തിന്റെ മുകളിലെത്തി. അപ്പോഴും ആമ കാഴ്ച കണ്ട് രസിക്കുകയായിരുന്നു. എന്നാൽ ചില ഗ്രാമവാസികൾ ഇത് കാണാനിടയായി. അവർക്ക് കൊക്കുകൾ എന്താണ് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലായില്ല. അവർ അങ്ങനെ ഒരു കാഴ്ച ആദ്യമായി കാണുകയായിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഇതെന്താണ് കൊക്കുകൾ കൊണ്ടുപോകുന്നത്? കണ്ടിട്ട് ഒരു തുണിക്കെട്ടാണെന്ന് തോന്നുന്നു. ഇത് കേട്ടുകൊണ്ടിരുന്ന മറ്റൊരാൾ പറഞ്ഞു, കൊക്കുകൾ എന്തിനാണ് തുണിക്കെട്ട് കൊണ്ടുപോകുന്നത്? ഇത് എന്തോ ഇരയെ ആഹാരമാക്കാൻ കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവർ പരസ്പരം പറയുന്നത് ആമ കേൾക്കാനിടയായി. അവൻ അപ്പോഴേക്കും മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. താൻ ആരാണെന്ന് പറയുന്നതിന് വേണ്ടി അവൻ അറിയാതെ വായ തുറന്നു. വായ തുറന്നത് ആമ താഴേക്ക് വീണു. കൊക്കുകൾ ഭയന്നുപോയി. അവർ ഉടൻ തന്നെ താഴേക്ക് പറന്നു. എന്താണ് വീണതെന്ന് അറിയാൻ ഗ്രാമവാസികൾ ആകാംക്ഷയോടെ അതിന്റെ അരികിലേക്ക് ഓടിയെത്തി. അതൊരു ആമയാണെന്ന് മനസ്സിലാക്കി അവർക്ക് അവനോട് സഹതാപം തോന്നി. നല്ലവരായ ആ ഗ്രാമവാസികൾ ബോധമില്ലാതെ കിടന്ന അവനെ എടുത്ത് ഒരു തടാകത്തിന്റെ കരയിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോഴേക്കും കൊക്കുകളും ആമയെ അന്വേഷിച്ച് അവിടെ എത്തി. തടാകത്തിന്റെ കരയിൽ ആമയെ കണ്ട കൊക്കുകൾ അവന്റെ അടുത്ത് തന്നെ ഇരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ആമയ്ക്ക് ബോധം വന്നു. അവൻ കണ്ണു തുറന്നു. ആദ്യം കണ്ടത് തന്റെ പ്രിയപ്പെട്ട ചങ്ങാതിയെ ആയിരുന്നു. അവരെ കണ്ടത് ആമയ്ക്ക് വളരെയധികം സന്തോഷമായി. പക്ഷേ അവർക്ക് കൊടുത്ത വാക്ക് പാലിക്കാത്തതിൽ അവന് ദുഃഖവും തോന്നി. അതുകൊണ്ട് തന്നെ അവൻ ഒന്നും മിണ്ടാതെ ഇരുന്നു. ആമ കണ്ണു തുറന്നത് കണ്ട കൊക്കുകൾക്ക് സന്തോഷവും ഒപ്പം സമാധാനവും ആയി. അവർ ആമയോട് പറഞ്ഞു, നിന്നെ വീണ്ടും ജീവനോടെ കാണാൻ കഴിയുന്നത് ഭാഗ്യമാണ്. ആ ഗ്രാമവാസികൾ നല്ലവരായതുകൊണ്ട് നിന്നെ ഈ തടാകത്തിൽ കൊണ്ടുവന്നു വെച്ചു. നിന്നോട് ഞങ്ങൾ ആദ്യമേ വായി തുറന്നാൽ ഉണ്ടാകാവുന്ന അപകടത്തെക്കുറിച്ച് പറഞ്ഞതല്ലേ? വലിയൊരു അപകടമാണ് ഇപ്പോൾ ഒഴിവായത്. ഇത് കേട്ട ആമ ചുറ്റും നോക്കി. അതെ, വളരെ സുന്ദരമായ ഒരു തടാകം. അത് കണ്ടപ്പോൾ അവന് വളരെയധികം സന്തോഷമായി. ആമ തന്റെ കൂട്ടുകാരോട് പറഞ്ഞു, കൂട്ടുകാരെ, എന്നോട് ക്ഷമിക്കൂ. ഞാൻ ഇനി ആവശ്യത്തിനല്ലാതെ സംസാരിക്കില്ല എന്ന് നിങ്ങൾക്ക്
ഉറപ്പ് നൽകുന്നു. പക്ഷെ നമുക്കിനി 3 പേർക്ക് ഇവിടെ കഴിഞ്ഞാൽ മതിയല്ലോ. ആമയുടെ വാക്കുകൾ കേട്ട കൊക്കുകൾ പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാണ്. നമുക്കിനി ഇവിടെ താമസിച്ചാൽ മതി. പുതിയ വാസസ്ഥലം അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. അങ്ങനെ ആ സുഹൃത്തുക്കൾ ഒരുപാട് കാലം സന്തോഷത്തോടെ ആ തടാകത്തിൽ കഴിഞ്ഞു. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.